ഫുട്ബോൾ ലോകത്തെ തട്ടിപ്പ് വീരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു പേരേയുള്ളൂ. അതാണ് കാർലോസ് എൻറിക് റാംബോസോ എന്ന കാർലോസ് കൈസർ. വർഷത്തെ ഫുട്ബോൾ കരിയറിൽ ഒരു മത്സരം പോലും കളിക്കാത്ത സ്ട്രൈക്കർ, ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നന്നായി പ്രയോഗിച്ച കളിക്കാരൻ, അതാണ് കാർലോസ് കൈസർ. 13-ാം വയസ്സിൽ ബ്രസീൽ ക്ലബായ ബോട്ടഫോഗയുടെ അക്കാദമിക് പ്ലെയർ ആയിരുന്നു കൈസർ. പക്ഷേ ഒരു മത്സരം പോലും കളിക്കാതെ കൈസർ ക്ലബ്ബ് വിട്ടു. അതൊരു തുടക്കമായിരുന്നു. ഉയരവും ശരീരഘടനയും കാർലോസ് കൈസറെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഫുട്ബോൾ കളി കാര്യമായി കൈസർക്ക് വശമുണ്ടായിരുന്നില്ല. അത് മറ്റാരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുക, ക്ലബ്ബുകളെ മനഃപൂർവ്വം കബളിപ്പിക്കുക, അവരിൽ നിന്നും വേണ്ടുവോളം പണം സമ്പാദിക്കുക. കൈസർ വിദഗ്ധമായി പദ്ധതികൾ പ്ലാൻ ചെയ്തു. ഷോർട്ട് കോൺട്രാക്ട് ഒപ്പിടുക, പരിക്ക് പറ്റിയതായി അഭിനയിക്കുക തുടങ്ങിയ നിരവധി തട്ടിപ്പ് വിദ്യകൾ കൈസറിന്റെ കൈവശമുണ്ടായിരുന്നു. ഫുട്ബോളിലെ കഴിവില്ലായ്മകൾ തന്റെ നാവുകൊണ്ട് കൈസർ നികത്തിപ്പോന്നു. പരിശീലന വേളകളിൽ എല്ലാ താരങ്ങളുമായും മെഡിക്കൽ സ്റ്റാഫുകളുമായും സൗഹൃദം സ്ഥാപിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് കൈസർ ആദ്യപടി പൂർത്തിയാക്കും. മറ്റുള്ളവരുമായുള്ള സൗഹൃദം അയാൾ മുതലെടുത്തു. കളിക്കാതിരിക്കാൻ അടവുകൾ പലതും പയറ്റി. എപ്പോഴും പരിക്കിന്റെ പേരും പറഞ്ഞ് അയാൾ ഓരോ മത്സരങ്ങളിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞുമാറി. ഒരു പറ്റം പത്രപ്രവർത്തകരെയും ആരാധകന്മാരായി കുറെ ആളുകളെയും കൈസർ നിലനിർത്തി. അവർക്ക് പണം കൊടുത്ത് കൈസർ നിറയെ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഫ്ലെമിംഗോ പോലുള്ള വമ്പൻ ക്ലബ്ബുകൾ കൈസറിന് സൈൻ ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. വലിയ ടീമുകളിൽ നിന്നുള്ള ഓഫറുകൾ കൈസർ നിരസിച്ചു എന്നുള്ള വ്യാജ വാർത്തകൾ നിറയെ കൈസർ ഉണ്ടാക്കിവിട്ടു. അങ്ങനെ ഫ്ലെമിംഗോയിൽ നിന്നും മെക്സിക്കൻ ക്ലബ്ബായ പ്യൂബ്ലയിൽ കൈസർ കരാറിൽ ഏർപ്പെട്ടു. പ്യൂബ്ലെ ക്ലബിന്റെ മാനേജർ കൈസറിനോട് ഒരു മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവിടെയും കൈസർ വിദഗ്ധമായി തന്ത്രം പ്രയോഗിച്ചു. വാമപ്പ് ചെയ്യുന്നതിനിടയിൽ ഒരു ആരാധകൻ തന്നോട് തട്ടിക്കേറിയെന്നാരോപിച്ച് അങ്ങനെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. ഉടനെ കൈസർക്ക് ചുവപ്പ് കാർഡ് കിട്ടി. അങ്ങനെ മത്സരത്തിൽ നിന്നും പുറത്തായി കൈസറുടെ ഉദ്ദേശം തന്നെ വിജയിച്ചു. 1992 ഒരു മിനിറ്റിൽ പോലും കളിക്കാതെ കാർലോസ് കൈസർ തന്റെ കരിയർ അവസാനിപ്പിച്ചു. ഒരു ഫുട്ബോൾ കളിക്കാരനാകുക എന്നത് കൈസറുടെ മോഹമായിരുന്നു, ആഗ്രഹമായി. പക്ഷെ അങ്ങനെ ഒരു മികച്ച കളിക്കാരനായി തീരാൻ കൈസർക്ക് കഴിഞ്ഞില്ല. എന്നാൽ തന്റെ കുതന്ത്രങ്ങൾ കൊണ്ട് കൈസർ ഫുട്ബോൾ ലോകത്തെ കബളിപ്പിച്ചു. അങ്ങനെ പന്ത് തട്ടാതെ കാശ് തട്ടി കൈസർ മുന്നേറി. കൈസർ അങ്ങനെ ഈ ലോകത്തെ ഉഡായിപ്പ് ഫുട്ബോളറായി മാറി.